ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ആദിയാത്ത് ആയത്ത് നമ്പർ 6. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ നാഥനോട് നന്ദിയില്ലാത്തവൻ തന്നെയാണ്. തീർച്ചയായും മനുഷ്യൻ തന്റെ നാഥനോട് നന്ദിയില്ലാത്തവൻ തന്നെയാണ്. സൂറത്തുൽ ആദിയാത്തിലെ 6-ാമത്തെ ആയത്ത്. പദാനുപദം ഇന്ന, തീർച്ചയായും, അൽ ഇൻസാൻ, മനുഷ്യൻ, ലി റബ്ബിഹി, അവന്റെ നാഥനോട്, തന്റെ നാഥനോട് എന്ന് നമ്മൾ അർത്ഥത്തിൽ പറഞ്ഞത്. ലി റബ്ബിഹി എന്ന് പറയുമ്പോൾ 3 കലിമത്തുകൾ ചേർന്നുള്ളതാണ്. ഒന്ന് ലി എന്ന് പറയുന്ന ഹർഫ്, പിന്നെ റബ്ബ് എന്ന ഇസ്മ, ഹ എന്ന ളമീറായ ആ ഇസ്മ. ലി റബ്ബിഹി, തന്റെ റബ്ബിനോട്. ഈ ഓട് അല്ലെങ്കിൽ നോട് എന്ന് പറയുന്ന അർത്ഥമാണ് ലീക്ക് ഇവിടെ. ലി റബ്ബിഹി, റബ്ബ്, റബ്ബിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്, വിശദീകരണങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഹു, ഈ റബ്ബിഹിൽ ഹാ, ഇത് ഹാ ളമീറാണ്, സർവനാമമാണ്. അപ്പൊ ലി റബ്ബിഹി, തന്റെ നാഥനോട്, തന്റെ റബ്ബിനോട്. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലി റബ്ബിഹി, തന്റെ റബ്ബിനോട്, ലകനൂദ്, നന്ദിയില്ലാത്തവൻ തന്നെയാണ്. നന്ദിയില്ലാത്തവൻ തന്നെയാണ്. ഈ തന്നെ എന്ന തഅ്കീദ് എന്ന ശക്തിപ്പെടുത്തി പറയുന്ന അർത്ഥം ലഭിക്കുന്നത് ഈ കനൂദിലെ ല എന്ന് പറയുന്ന ഹർഫിലൂടെയാണ്. അത് ഇന്നയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ ഇന്ന അൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. ലകനൂദ് എന്നത് 2 കലിമത്തുകളാണ്. ഒന്ന് ല, രണ്ടാമത്തെ കനൂദ്. അപ്പൊ ല എന്നത് അർത്ഥത്തിൽ തന്നെയാണെന്ന് പറഞ്ഞ ആ അർത്ഥം അതിലേക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. കനൂദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നന്ദി കെട്ടവൻ, നന്ദിയില്ലാത്തവൻ എന്നാണ് കനൂദ് എന്ന് പറയുമ്പോൾ. കനൂദ് എന്ന് പറയുമ്പോൾ അർത്ഥം നന്ദിയില്ലാത്തവൻ. ഇസ്മാണത്, നാമം. ഫിഅല് കനദ എന്നാണ്. കനദ, കനദ മാലിയായ ഫിഅല്. യക്നുദു മുളാര്. അപ്പൊ കനദ, നന്ദികേട് കാണിച്ചു. ഈ കനൂദ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തന്റെ നാഥനോട് നന്ദിയില്ലാത്തവൻ തന്നെയാണ്. കനൂദ് എന്നതിന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നൽകപ്പെട്ട അർത്ഥങ്ങൾ, അർത്ഥവിശദീകരണങ്ങളിലേക്ക് കടക്കുമ്പോൾ ചില സൂചനകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് നൽകാം. കനൂദ് എന്നതിന് നമ്മളിവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ള കഫൂർ, അതായത് നന്ദിയില്ലാത്തവൻ, നന്ദികേട് കാണിക്കുന്നവൻ. കഫൂറിന് എങ്ങനെയാണ്? അപ്പൊ കഫൂർ എന്ന അർത്ഥത്തിലാണ് കനൂദ് വന്നിട്ടുള്ളത്. മറ്റൊരു വിശദീകരണം ലവ്വാം എന്ന അർത്ഥമാണെന്നാണ്. ലവ്വാം എന്ന് പറഞ്ഞാൽ എന്നും കുറ്റവും ആക്ഷേപവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവൻ എന്ന് പറഞ്ഞാല് അതിന് നൽകപ്പെട്ട ഒരു വിശദീകരണം യദ്കുറുൽ മസ്വായിബ വയൻസൻ നിഅമ. യദ്കുറുൽ മസ്വായിബ വയൻസൻ നിഅമ, എന്നും വിപത്തുകളെ കുറിച്ചും പ്രതികൂലമായി സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും മാത്രം, ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ കുറിച്ചും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. വയൻസൻ നിഅം, നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് വിസ്മരിക്കുകയും ചെയ്യുക. അയാളാണ് കനൂദ് എന്ന് പറയുന്നത് എന്നൊരു വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അൽ ആസി, ധിക്കാരിയാണ് കനൂദ് എന്ന് പറഞ്ഞാൽ. അൽ ബഖീൽ, ലുബ്ധനാണ്, പിശുക്കനാണ് കനൂദ് എന്ന് പറഞ്ഞാൽ. ഖലീലുൽ ഖൈർ, നന്മ കുറഞ്ഞവനാണ് കനൂദ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കനൂദ് അത് കഫൂറാണ്, നന്ദിയില്ലാത്തവൻ, നന്ദികെട്ടവൻ. ലവ്വാം, അള്ളാഹുവിനെ എന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ. ധിക്കാരി, പിശുക്കൻ, നന്മ കുറഞ്ഞവൻ എന്ന അർത്ഥങ്ങളൊക്കെ, എന്ന വിശദീകരണങ്ങൾ ഒക്കെ തന്നെ നൽകപ്പെട്ടിട്ടുണ്ട് തഫ്സീറുകളിൽ. ഇവിടെ നമ്മൾ നന്ദിയില്ലാത്തവൻ എന്ന അർത്ഥം അതിന്റെ ആയത്തിലെ മുഴുവൻ അർത്ഥങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കി വെക്കുക. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തന്റെ നാഥനോട് നന്ദിയില്ലാത്തവൻ തന്നെയാണ്. അതാണ് ഈ 6-ാമത്തെ ആയത്തിന്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നേരത്തെ 5 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട്, അതാണ് കിതച്ച് പായുന്ന
കുതിര, അതിന്റെ മറ്റു വിശദീകരണങ്ങൾ, അങ്ങനെ സത്യം ചെയ്ത് നമ്മളോട് പറയുന്ന ആ കാര്യം എന്താണ്? അതാണ് ഇന്നൽ ഇൻസാൻ ലിറബ്ബിഹി ലകനൂദ്. അപ്പോൾ മനുഷ്യന് ചിന്തിക്കാനും മനുഷ്യനോട് ചിന്തിക്കാനും ആലോചിക്കാനും പറയണം. നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക. ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്? ഉത്തരം വളരെ ലളിതമാണ്, അള്ളാഹുവാണ്. അപ്പൊ എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ്, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി തന്ന റബ്ബ്, എനിക്ക് ആരോഗ്യം നൽകി, എനിക്ക് സമ്പത്ത് നൽകി, സന്താനങ്ങൾ നൽകി, എനിക്ക് വൈജ്ഞാനികമായ കഴിവുകൾ നൽകി, എനിക്ക് അധികാരം നൽകി, സ്വാധീന ശക്തികൾ നൽകി. ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നിടത്ത് ഞാൻ ചില പരാജയങ്ങൾ ആ മേഖലയിൽ ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? ആ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് എനിക്ക് ജീവിതവും എനിക്ക് പറയപ്പെട്ട സംവിധാനങ്ങളും എല്ലാം നൽകിയ റബ്ബിനെ ഞാൻ അവഗണിക്കുകയാണ്. ആ റബ്ബിന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായിട്ട് അത് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയപ്പെട്ട ഭൗതിക അനുഗ്രഹങ്ങളും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകിയ എന്റെ റബ്ബിനെ ആരാധനാലയത്തിന്റെ പരിമിതമായ പ്രദേശത്ത് 4 ചുവരുകൾക്കുള്ളിൽ പ്രതിഷ്ഠിച്ച് വെച്ച് ആരാധനാലയത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ റബ്ബിന് ഒരു നിലക്കും അനുവാദമില്ല എന്ന പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ജീവിത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നാഥന് വേണമെങ്കിൽ ഞാൻ ആരാധനകൾ നൽകാം, മന്ത്രോച്ചാരണങ്ങൾ നടത്താം, അങ്ങനെ ചില കാട്ടിക്കൂടലുകളൊക്കെ നടത്താം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ റബ്ബിന് നൽകാം. റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ എങ്ങനെ ചെലവഴിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു കൊള്ളാം, എന്റെ ഇഷ്ടപ്രകാരം ഞാൻ നടത്തിക്കൊള്ളാം. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് മനുഷ്യൻ അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്നവനാണ് എന്ന്, കനൂദാണ് എന്ന്. നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം കനൂദ് എന്ന് പറയുന്ന ആ തലത്തിൽ തന്നെയല്ലേ നമ്മുടെ ജീവിതമുള്ളത്? നാം അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരവും കൈകെട്ടി ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന പ്രതിജ്ഞയൊക്കെ എടുത്ത് ആ പള്ളിയിൽ നിന്നും പുറത്തേക്ക് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നമ്മൾ അള്ളാഹുവിന് പ്രവേശനമില്ലെന്ന് പറയുന്നു. എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് അള്ളാഹുവിന് പ്രവേശനമില്ലെന്ന് പറയുന്നു. എന്റെ കുടുംബജീവിതത്തിലേക്ക്, എന്റെ സാമ്പത്തിക ജീവിതത്തിലേക്ക് അള്ളാഹുവിന് പ്രവേശനമില്ലെന്ന് പറയുന്നു. അവിടങ്ങളിലൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിക്കും. അത് എങ്ങനെ അനുഭവിക്കണം, എങ്ങനെ ഉപയോഗപ്പെടുത്തണം, എങ്ങനെ ശേഖരിക്കണം, എങ്ങനെ നേടിയെടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരം എനിക്കാണെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ കനൂദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കനൂദാകുന്ന ദൗർഭാഗ്യവന്മാരായ ആളുകളിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.